दिया दे। ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. प्रभु के नाम की महिमा हो। ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. सुबह ही सेवकाई के लिए आप सबों को स्वागत करता हूं। ഇന്നത്തെ ധ്യാനത്തിനായി എഴുതിയിരിക്കുന്ന തിരുവചന ഭാഗം 1 യോഹന്നാൻ 4:17 വാക്യം, അതിന്റെ അവസാന ഭാഗം. और आज भजन की मनजाई के लिए प्रभु ने दिया हुआ वचन पहले यूहन्ना की पत्री 4 अध्याय में हम देखे। അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. वो कैसे है वैसा ही हम होने के लिए वचन दिया है। നാം ആയിരിക്കുന്ന ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഭക്തിയോടുകൂടിയുള്ളതായ ഒരു ആത്മീയ ജീവിതം നയിക്കുന്നതിന് അനുകൂലമല്ല. आजकल दिनों में हमारा जीवन मसीही की हाल चल में चलने के लिए हमारा लिए वो परिस्थिति अनुकूल में नहीं है। യേശുക്രിസ്തു ഈ ലോകത്തിൽ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ അത്രയും നമുക്കും ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. मसीह संसार में आया तब जीने कैसे थे वैसा ही जीने के लिए प्रभु ने हमें बुलाया है। ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നത് പോലെ നാമും ആയിരുന്നാൽ മതി എന്നത്രേ ഈ ഭാഗത്ത് നാം വായിച്ചു കേട്ടത്. मसीह संसार में था, कैसा भी जीवन में था या वैसा ही होने के लिए प्रभु हमारे में से चाहते हैं। ഓരോ വിശ്വാസിയും ക്രിസ്തുവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതായ താതാത്മ്യം പ്രാപിക്കുന്നതായ ഒരു അവസ്ഥയെ കുറിച്ച് എത്ര നാം ഇവിടെ കാണുന്നത്. एक विश्वासी भूमि में मसीह को अपनाया हुआ लोग भूमि में गवाह कैसा होना यह वचन यहाँ पर दिया गया है। ക്രിസ്തുവുമായിട്ടുള്ളതായ നമ്മുടെ സാമ്യം എങ്ങനെയാണ് നാം പ്രകടിപ്പിക്കേണ്ടത്? मसीह का साथ मिलजुलता है, वो हम संसार में कैसा जीवन बिताना इसके बारे में वहां पर बताता है। ക്രിസ്തുവിൽ നാം കാണുന്നത് ദൈവത്തിന്റെ തികഞ്ഞ സ്നേഹമത്രേ. मसीह में हम देखते हैं संपूर्ण रीति पर जो विश्वास अपनाते हैं। ദൈവിക നീതി അത്രേ ക്രിസ്തുവിൽ നാം കാണുന്നത്. परमेश्वर की धार्मिकता को मसीह में से प्रकट होता है। ലോകത്തിൽ പല ആളുകൾക്കും ഒരു ധാർമ്മികതയുണ്ട്. അതല്ല ബൈബിൾ അനുശാസിക്കുന്നതായ ധാർമ്മികത എന്ന് പറയുന്നത്. संसार में मनुष्य जीते हैं वो एक धार्मिकता है, वैसा ही नहीं है मसीह में से धार्मिकता कैसे होते हैं वैसा। വളരെ മര്യാദയോടുകൂടി ആർക്കും ഒരു ശല്യമില്ലാതെ അങ്ങ് ജീവിച്ചാൽ അയാള് നീതിമാനെന്ന് ലോകം പറയും. संसार के लोग ये बात कहला जाता है, सीधे साधा रीति पर जाते हैं, वैसा जिएगा तो वो भक्तिमान होता है, ये बात संसारिक लोग कहला जाता है। ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ സമ്പാദിച്ചതായ ആ നീതി നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ പോലെ ഈ ലോകത്തിൽ ജീവിക്കണം. मसीह काल्वरी क्रूस पर जीवन दिया हमारे लिए, कैसे दे वैसा भी हम भी जिएगा तो स्वर्ग राज्य में जाने के लिए रास्ता है। ജീവിതാന്ത്യം വരെയും പിതാവിന്റെ ഇഷ്ടം ചെയ്ത് നമുക്ക് ക്രിസ്തു മാതൃക കാണിച്ചു തന്നു. पिता परमेश्वर पुत्र को भेजा है, उनका इरादा आग्रह क्या था वैसा ही मसीह ने जीवन बिताया है। അതുകൊണ്ട് ഒരു വ്യക്തി ഒരു വിശ്വാസി ക്രിസ്തുവുമായിട്ട് അയാളുടേതായ സാമ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സ്നേഹവും അതുപോലെ റൈച്ചസ്നെസ് ധാർമ്മികതയും അഥവാ നീതീകരണവും അനുസരണയും അത്രയും. एक व्यक्ति मसीह में है कहा जाएगा तो मसीह ने उन ज्योतिर्मय थे, ऐसा ही हम भी ज्योतिर्मय रहकर विश्वास योग्य में रहने के लिए बुलावट है। ഇവിടെ പ്രബലമായിരിക്കുന്നതായ ലോക വ്യവസ്ഥിതിയുടെ നടുവിൽ നാം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന വ്യക്തികളായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. संसार में संसार के लोग इतना
उलट मलट चलते हैं, उन्हीं का बीच में मसीह की प्रेम मेल मिलाप हम दिखाने का प्रभु ने हमें बुलाया गया है। ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. मसीह की स्वभाव हमारे में आने के लिए हम विश्वास में स्थिर रहने के लिए बुलाहट है। ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. प्रभु हमें चाहते हैं, संसार में जीते हैं प्रभु की एक गवाह बनने के लिए। സഭയുടേതായ തലവൻ ക്രിസ്തു അത്രേ. मंडली सभा की शीर्ष मसीह है। സഭയിലെ ഓരോ അംഗങ്ങളും ആ ശരീരത്തിലെ ഓരോ അംഗങ്ങളും ക്രിസ്തുവിനെ പോലെ ആയിരുന്നാൽ മതിയാകും. मसीह की मंडली में मसीह मंडली की शीर्ष ऐसा ही एक एक विश्वासी उनका शरीर की अंग बनना चाहिए। നാം ക്രിസ്തുവിൽ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ക്രിസ്തുവുമായിട്ടൊരു ബന്ധമുണ്ട്. हम मसीह में हैं, इसी कारण में मसीह का साथ एक संबंध है। ക്രിസ്തു ലോകത്തിന്റെ മേൽ, ജഡത്തിന്റെ മേൽ, അതുപോലെ മറ്റ് എല്ലാവിധമായ പൈശാചിക ശക്തികളുടെ മേലും കാൽവരിയിൽ ജയമെടുത്തു. मसीह संसार में जीत गई है और उनका शैतान की हर ताकतों के ऊपर विजय पाया हुआ व्यक्ति है। അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിനെ പോലെ ജയാളികളായി തീരുവാൻ കഴിയും. इसी कारण में हम यीशु को अपनाया है, इसी कारण में वो और हम भी जीते हुए लोग हैं। എന്നാൽ നാം ഇങ്ങനെ ജീവിക്കുവാൻ പരമാർത്ഥ ഹൃദയത്തോട് ആഗ്രഹിക്കുമ്പോൾ അനവധി വെല്ലുവിളികളെ നമുക്ക് നേരിടേണ്ടി വരുന്നു. हम जीने के लिए तैयार है, हम भी कई प्रकार की मुसीबत दुख भोगना पड़ते हैं। അനവധി പ്രതികൂലങ്ങളും പീഡനങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്നു. कई प्रकार की प्रश्नों से आगे गुजरने का हाल हमारे जीवन में आता होता है। ഈ നാളുകളില് ഇന്ത്യയിലെ ജയിലുകളില് അനേകം ദൈവത്തിന്റെ ദാസന്മാർ കിടന്ന് കഷ്ടപ്പെടുന്നത് നാം കാണുന്നുണ്ട്. आजकल दिनों में इंडिया में जेल खाने में बहुत सारे परमेश्वर के दासों ने दुख भोगते हैं, संकट और कष्ट सहते हैं। ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് സുവിശേഷം പ്രസംഗിച്ചു എന്ന കാര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് അനേകർ പീഡിപ്പിക്കപ്പെടുന്നു. इंडिया के अंदर सुसमाचार सुनाने के लिए और लोग संसार में हर जगह में मसीह की वचन की घोषणा के कारण परमेश्वर के दासों ने जेल खाना में पीड़ित में रहते हैं। ഗവൺമെന്റുകൾ മാത്രമല്ല, ചില സംഘടനകളും അതിന് നേതൃത്വം കൊടുക്കുന്നു. केवल गवर्नमेंट की तरफ से ही नहीं और कई प्रकार की और संस्था भी ऐसी प्रकार की काम किया करता है। നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ അതത്രയും നമ്മൾ കാണുന്നത്. और नाइजीरिया इत्यादि देशों में भी हम देखते हैं। ആദാമിന്റെ ആദ്യപുത്രനായിരുന്നു കയീൻ. आदम हव्वा के प्रथम पहलवटे बेटे थे और कयीन ലോകത്തിലെ ഒന്നാമത്തെ കൊലയാളിയും അയാളായിരുന്നു. और हत्या करने वाला दुनिया की प्रथम व्यक्ति वो ही है। കയീനും വെറും ഒരു ജഡീകനായിരുന്നു. कयीन जो शारीरिक अभिलाषाओं में जीने वाले थे, എന്നാൽ ഹാബേലിനെ സംബന്ധിച്ചിടത്തോളം അവൻ കൃപയുള്ളതായ ഒരു വ്യക്തിയായിരുന്നു. उनकी दूसरा बेटा था हाबेल। हाबेल ने आशीष और अनुग्रह पाया हुआ व्यक्ति थे। ഹാബേല് ദൈവത്തെ ഭക്തിയോടുകൂടി ആരാധിച്ചതായ ഒരു വ്യക്തിയായിരുന്നു. हाबेल यहोवा के साथ भयभक्ति मानकर आराधना किया हुआ व्यक्ति थे। അപ്പോ തുടക്കം മുതൽ തന്നെ ഭക്തിയോടുകൂടി ജീവിക്കുന്നവരെ കയ്യേറ്റം ചെയ്യുകയും അവരെ ജീവൻ അപകടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് കാണുവാൻ കഴിയും. और संसार की मनुष्य की उत्पत्ति से लेकर भयभक्ति मानकर मसीह को अपनाता है जो लोगों को सताते हैं हम देखते हैं.
പുതിയ നിയമസഭയിലേക്ക് വരികയാണെങ്കിലും അപ്പോസ്തലന്മാരെ വളരെയധികം പീഡിപ്പിക്കുകയും ജയിലിൽ അവരെ അടയ്ക്കുകയൊക്കെ ചെയ്തതായ സംഭവങ്ങൾ നമുക്കറിയാം. नया नियम में भी आते हैं, कई प्रकार के प्रश्नों से मसीह को अपनाया हुआ लोगों को पीड़ित किए थे. ക്രിസ്തുവിന്റെ ജീവിതം അതത്രേ ഒരു വിശ്വാസിയുടേതായ ജീവിതവും. मसीह की जीवन है हमारा, ईसाई नाम दिए हुए व्यक्तियों का जीवन आगे होना वाला है. അതുകൊണ്ട് ഇത്ര അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവനായിരിക്കുന്നത് പോലെ നാമും ഈ ലോകത്തിൽ ആയിരുന്നാൽ മതിയെന്ന്. इसी कारण में प्रेरित पौलुस कहता है, मसीह कैसे है वैसा ही हम जीवन विधाना का भी है. 2 കൊരിന്ത്യർ 4:9. दूसरा कोरिन्थी 4 अध्याय की 9वां पद में वो पद हम देखते हैं. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. वहां पर दिया गया है, सदा सदा ये सदाए तो जाते हैं पर त्यागे नहीं जाते. അനവധി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി എങ്കിലും പൗലോസ് നിരാശപ്പെട്ടില്ല. गिराए तो जाते हैं पर नष्ट नहीं होता है. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. और उन्होंने गिरते हैं, हम यीशु की मृत्यु को अपने देह में हर समय लिए भरते हैं. മരണസമാനമായ അത് പ്രശ്നങ്ങളിലൂടെ ശാരീരികമായി കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടിയെന്ന് അദ്ദേഹം പറയുന്നു. यीशु का जीवन भी हमारे देह में प्रकट हो, ऐसा भी जीने के लिए प्रभु के वचन हमको अंगीकार करते हैं. ഈ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. क्योंकि हम जीते जी सर्वदा यीशु के कारण मृत्यु के हाथ में सौंपे जाते हैं कि यीशु का जीवन भी हमारा मरणहार शरीर में प्रकट होता है. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, തന്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തില് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതായ ഓരോ വ്യക്തികളിലും മരണം അത് നിഴലിക്കുന്നു എന്നത്രേ. और इसलिए प्रेरित पौलुस कहता है, यीशु को अपनाया ग्रहण किया वो लोग भी मसीह का मृत्यु के हाथ में सौंपते हैं, उनकी अनुभव हमारा जीवन में भी होता है. എന്നാൽ ഈ ജീവന്റെ വചനങ്ങൾ ഏറ്റെടുക്കുന്നവരില് ജീവനും വ്യാപിക്കുന്നു. ये मसीह का जीवन हमारे में वास करता है, ऐसा भी शक्ति सामर्थ्यवान होता है. യേശുവിന്റെ വചനം എന്ന് പറയുന്നത് ജീവൻ പകരുന്നതായ വചനങ്ങൾ അത്രേ. मसीह की वचन जो है जीवन देता है. അപ്പോ അത് സുവിശേഷത്തിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പലപ്പോഴും മരണകരമായ അവസ്ഥകൾ പോലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. यीशु मसीह के सुसमाचार लेकर आगे दौड़ने वालों को वो जीवन अपने जीवन में भी आते हैं. കാരണം ഈ സുവിശേഷം എന്ന് പറയുന്നത് അത് ലോകത്തിന്റെ വെളിച്ചമത്രേ. सुसमाचार जो है संसार की ज्योति है. ലോകത്തിന്റെ വ്യവസ്ഥിതി അന്ധകാര ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നു. संसार में जो कानून चलते हैं अंधकार की सामर्थ्य से प्रकाशमान होता है. സുവിശേഷത്തിന്റെ വെളിച്ചം പ്രാപിക്കാത്തതായ അനവധി ജനവിഭാഗങ്ങള് ഇന്നും വളരെയധികം കഷ്ടതയോടുകൂടി ജീവിക്കുകയത്രേ ചെയ്യുന്നത്. सुसमाचार की ज्योति नहीं मिलते हैं, ऐसे लोग आजकल भी अंधे होकर संसार में चलते हैं. അതുകൊണ്ട് എവിടെയൊക്കെ സുവിശേഷം വാസ്തവത്തിലുള്ള യഥാർത്ഥത്തിലുള്ള സുവിശേഷം പ്രസംഗിക്കുമോ, സത്യവചനം എവിടെയൊക്കെ പ്രസംഗിക്കുമോ അവിടെയെല്ലാം പ്രതികൂലങ്ങളും ഉണ്ടായിട്ടുണ്ട്. सच्चाई सुसमाचार घोषणा करते हैं, जिन जगहों में वो घोषणा होता वहां पर ज्योतिर्मय होता है. ആളുകൾക്ക് കർണരസപ്രദമായ മറ്റെന്തെങ്കിലും പറയുകയാണ് എങ്കിൽ അത് സുവിശേഷം എന്ന് പറയുവാൻ കഴിയത്തില്ല. संसार में मसीह की वचन सिवा वचन बिना कोई किससे जाता है उसको कोई उनको उत्साहित करते हैं.
പാപികൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ യേശുവിനെ കുറിച്ച് പറയുക, അതത്രേ സത്യസുവിശേഷം. मसीह की वचन हमें सुसमाचार देता है, जीते जाते ईश्वर की सुसमाचार घोषणा होता है। വലിയ പ്രതികൂലങ്ങളുടെ മധ്യേ ഉപദ്രവം അനുഭവിച്ചുകൊണ്ട് പൗലോസും തന്റെ കൂടെയുള്ളതായ മറ്റ് അപ്പോസ്തലന്മാരും സുവിശേഷം അറിയിച്ചു. सुसमाचार की घोषणा के समय में कितने भी पीड़ित होता है, कष्ट शोक भोगना पड़ते हैं, वो लोग भी आगे दौड़ते, पौलुस के साथ जितना प्रेरितों है उन्होंने भी आगे बढ़ते रहते थे। ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നു, ഉപദ്രവം ഏൽക്കേണ്ടി വരുന്നു, എങ്കിലും ദൈവം തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല എന്നത്രേ അദ്ദേഹം ഇവിടെ പ്രസ്താവിക്കുന്നത്. प्रेरित पौलुस ने एक बात कहते हैं, मसीह के लिए जितने लोग पीड़ित होते हैं, लेकिन यीशु मसीह को इनकार कर कर त्याग कर कर कोई किसी आगे जाता नहीं है। വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ശിഷ്യന്മാര് യജമാനനേക്കാളും ഉയർന്നവരല്ല എന്ന്. एक वचन ऐसा दिया है, शिष्यों स्वामी से भी बढ़कर नहीं है। ക്രിസ്തു വളരെയധികം ത്യാഗത്തിലൂടെ കഷ്ടതയിലൂടെ കടന്നുപോയി തന്റെ ജീവൻ പോലും സുവിശേഷത്തിന് വേണ്ടി അർപ്പിക്കേണ്ടി വന്നു എങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായ ഓരോ വ്യക്തികൾക്കും അത് തന്നെ പ്രതീക്ഷിക്കാമെന്നത്ര. मसीह के जीवन में मसीह ने कितना कष्ट दुख भोगना पड़ा, ऐसा होवे तो मसीह का शिष्य चेला बनाने वालों को भी ये हाल रहेंगे। നാം ആരും ഗുരുവിനേക്കാൾ മീതെയുള്ളവരല്ല. हम कोई किसी के स्वामी से भी ऊपर बढ़कर नहीं है। കർത്താവായ യേശുക്രിസ്തുവിന്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ മധ്യം യേശുവിന് ആരിൽ നിന്നും അല്പം പോലും ദയവോ അനുകമ്പയോ അനുകൂലമായിട്ടുള്ളതായ തീരുമാനങ്ങളോ ഉണ്ടായിട്ടില്ല. मसीह की सेवकाई के समय में और कोई किसी ने मसीह का साथ तरस खाया नहीं, प्रेम किया नहीं, उनका पीछे हो लिया नहीं। അങ്ങനെയാണെങ്കിൽ ഈ ഗുരുവിന്റെ ശിഷ്യന്മാരായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോക വ്യവസ്ഥിതിയിൽ നിന്നും എന്തെങ്കിലും ഫേവർ അനുകൂലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ऐसा होवे तो मसीह की अच्छा सेवक होकर दुनिया में जिएगा तो सांसारिक नियमों के ऊपर से हमें कोई दिलासा नहीं मिलेगा। ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആ ജനവിഭാഗത്തെ ദൈവജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഫറവോ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്കറിയാം. इस्राएलियों को सताने के लिए और उनका गिनती कम करने के लिए उनका कितने पीड़ित दिया, जो फिर उनके बारे में भी हमको जानकारी है। ഫറവോ വിചാരിച്ച് ഈ ജനത്തെ ആൺകുഞ്ഞുങ്ങളെയൊക്കെ നൈൽ നദിയിൽ അത് തള്ളിയിടുകയാണെങ്കിൽ, മുക്കി കൊല്ലുകയാണെങ്കിൽ അതോടുകൂടി ഈ ഇസ്രായേൽ ജനം എന്നേക്കുമായിട്ട് അവസാനിക്കുമെന്ന്. ये प्रभु ने ये मन में लगा है, उनका छोटा बच्चा बालक लड़का होवे तो नैल नदी में उनको डालकर सताएगा तो ये इस्राएलियों कम पड़ेंगे। നിരവധിയായ പ്രതികൂലങ്ങളുടെയും പരീക്ഷകളുടെയും അതുപോലെ ഉപദ്രവങ്ങളുടെയും മധ്യേ കാലാകാലമായിട്ട് ദൈവജനത്തെ ദൈവം സംരക്ഷിച്ചു. कई समयों में सारे प्रश्नों में सारे गिरावट हाल में यहोवा परमेश्वर इस्राएलियों को संभालते ही रहा है। പുതിയ നിയമസഭയെ നാം ചിന്തിക്കുമ്പോൾ അവിടെയും റോമ ഗവൺമെന്റ് അനവധിയായിട്ടുള്ളതായ ഉപദ്രവങ്ങള് ദൈവജനത്തിന്റെ മേൽ വരുത്തി. नया नियम में भी हम देखते हैं मसीह को अपनाया हुआ लोगों का ऊपर बहुत पीड़ा उन्होंने दिया है. നമ്മുടെ ദൈവം വിശ്വസ്ത ദൈവം അത്രേ. हमारा मसीह विश्वास योग्य रहता है. ഈ ദൈവം നമ്മോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. यही मसीह हमारा साथ भी साथ रहेंगे. അതുകൊണ്ട് ക്രിസ്തുവിന് ലഭിക്കാത്തതായ ഒരു ആനുകൂല്യങ്ങളും നാം പ്രതീക്ഷിക്കാൻ പാടില്ല. इसी कारण में मसीह को कुछ अनुकूल परिस्थिति हुआ नहीं, इसलिए हमको भी नहीं मिलेंगे.
ക്രിസ്തു ഒരുപാട് അപവാദങ്ങൾ സഹിക്കേണ്ടി വന്നു. मसीह बहुत सारे प्रकार की अपमानित हुई थी, യേശു വളരെയധികം ക്രൂരത സഹിക്കേണ്ടി വന്നു. बहुत कष्ट भोगना पड़ा मसीह। യേശുവിനെ സമൂഹം തിരസ്കരിച്ചു. यीशु मसीह को आम तौर पर लोग इनकार किया है। ക്രൂശന്മേൽ യേശുവിന് തന്റെ ജീവൻ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. वो ही हाल में मसीह अपना जीवन को संभालते ही रहा। അതുകൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ ഓരോ വ്യക്തികളും അതിനുവേണ്ടി കൊടുക്കേണ്ടി വരുന്നതായ വിലയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമെന്ന് യേശു പറഞ്ഞു. और यीशु मसीह ने बताया, मैं इतने लोहो बहाकर तुमको मोल लिया गया तो मैं सजा हुआ कष्ट को आप भी भोगना पड़ता है। യേശു പറഞ്ഞത് കെട്ടിടം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നവൻ ആദ്യമേ തന്നെ അതിനുള്ളതായ ചെലവ് വഹിക്കുന്നതിന് തനിക്ക് കഴിവുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പറഞ്ഞു. मसीह इसके बारे में कहा, एक नमूना बताया है। एक भवन तैयार करने के लिए, मकान बनाने के लिए कोई किसी आग्रह रखते हैं, इसका पूर्णता में लाने के लिए उनका पास पैसा है नहीं है पहले सोचना चाहिए। ക്രിസ്തുവിന്റെ സഭയെ പണിയുവാൻ തക്കവണ്ണം ഇറങ്ങിപ്പുറപ്പെടുന്നവർക്ക് ഒരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. मसीह का पीछे हो लिया जाने वाले को एक दाम झुकना पड़ता है। സങ്കീർത്തനങ്ങൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ദൈവജനത്തെ നിരന്തരമായിട്ട് അവിശ്വാസികളായ ജാതികളായ വ്യക്തികൾ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന്. भजन संहिता में हम यही पढ़ते हैं, अविश्वासी और अन्य जातियों यहोवा परमेश्वर के लोगों को इतने पीड़ा दिया है, इसका बारे में लिखा गया है। സാത്താന്റെ ചാട്ടവാറ് അത് ദൈവമക്കളുടെ മേൽ പലപ്പോഴും അത് അവർ അനുഭവിക്കേണ്ടി വന്നു, അതിന്റെ അടി അനുഭവിക്കേണ്ടി വന്നു നമുക്കറിയാം. और इस्राएलियों ने कई बार खोड़ा मारने के लिए अवसर भी हुई है। പൗലോസ് അതുപോലെ യേശുവിന്റെ മേലൊക്കെ 39 അടി 40 അടി ഏൽക്കേണ്ടി വന്നു. और प्रेरित पौलुस ने इसी कारण में ये 39 खोड़ा मारा है। അല്പം പോലും മനസ്സരിവില്ലാതെ സഭയെയും ഇന്ന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. इसी प्रकार की मन टुकड़ नहीं होता है और इतनी धार्मिकता के लिए लोग जीते हैं, उनको पीड़ा सांसारिक लोग दिया देता है। എന്തുകൊണ്ടാണ് ദൈവജനത്തിന്റെ മേൽ ഈ പീഡനങ്ങൾ ഉണ്ടാകുന്നത് ചിന്തിക്കാം. क्यों कारण है और परमेश्वर के लोगों का ऊपर इतना पीड़ा होता है? അത് സർപ്പത്തിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലുള്ളതായ ആ വൈരാഗ്യം അത്രേ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. और एदन वाटिया में यो बात मसीह यहोवा ने कहा है, सर्प की संतान और स्त्री की संतान के विरोध में लड़ते हैं। അതത്രേ ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത്. यही है उसका आरंभ। ദൈവജനത്തെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നതായ പാമ്പ്, और परमेश्वर के लोगों को खा जाने के लिए वो सर्प। സാത്താന്റെ വിശ്വസ്ത എന്താണ് സന്താനങ്ങളിൽ നിന്നുള്ളതായ പീഡനങ്ങൾ. और सातान की वो सर्प के संतान होते हैं, उसकी तरफ से जो पीड़ा। ഒന്നാമത്തെ കാരണം സ്ത്രീയുടെ സന്തതിയും സർപ്പവുമായിട്ടുള്ളതായ ആ ഒരു ഹേറ്റഡ് വിരോധം. और प्रथम बात है, स्त्री की संतान और सर्प की संतान के मेल मिलाप, उसका अलगता, इसका पीड़ा। പീഡനത്തിന്റെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ചില പരീക്ഷകളിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കുന്നു. और दूसरी बात यही है, यीशु मसीह को अपनाया उसी कारण में हम पीड़ित है, जो पीड़ा में जाते हैं हम उसमें से उद्धार होता है। ദൈവജനത്തെ ചിലപ്പോൾ തകർക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കാറുണ്ട്. प्रभु की वचन सत्यानाश करने के लिए मसीह ने अनुमति नहीं देता है। അവർ വലിയ ഭക്തിയുള്ളവരും വിശ്വാസികളും എന്ന് പറയുന്നു എങ്കിലും
അത് ചില ശോധനകൾ വരുമ്പോഴത്രേ അവരുടെ യഥാർത്ഥ അവസ്ഥ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. जो भयभक्ति दिखाते हैं उनका जीवन में कुछ परीक्षा आता है, तब मालूम पड़ते हैं ये विश्वासी है अविश्वासी है. അത് നമ്മുടെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടി അത്രേ ദൈവം ഇത് അനുവദിക്കുന്നത്. हमारा हृदय की बात क्या है देखने के लिए, दिखाने के लिए अनुमति देता है. നാം വളരെ ശക്തരായ വിശ്വാസികളെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ നാം വിശ്വാസപരമായി എത്രമാത്രം ദുർബലരാണ് എന്ന് ഈ ട്രയൽസിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കും. हमें परीक्षा देता है, परीक्षा में से हमको जाना पड़ते हैं हम विश्वासी है नहीं, ये बात दिखाने के लिए भी वह अमर होता है. സാത്താനെ കുറിച്ച് പറയുന്നത് പിന്നെ വിശ്വാസികളെ അത് പരീക്ഷിക്കുന്നതിന് വേണ്ടി ഒക്കെ പലപ്പോഴും സാത്താന് ദൈവം അനുവാദം കൊടുക്കുന്നതാണ്. मोर वचन में यही दिया है, हमारा विश्वास योग्य जीवन में रहते हैं नहीं है, ये परीक्षा में शैतान के हाथों में समर्पण कर ही देता है. അത് പാറ്റിക്കളയുമെന്നത്ര അത് എന്താണ്, നല്ല ധാന്യവും അതുപോലെ പതിരം ഇതൊക്കെ വേർതിരിക്കുന്നതിന് വേണ്ടി അമ്മമാര് പലപ്പോഴും അത് ധാന്യങ്ങളൊക്കെ തന്നെ അതിനെ പ്രോസസ് ചെയ്യാറുണ്ട്. ये अनाज सुपारा में डालकर उसको धूल निकालते हैं, इसी नाई और शैतान भी विश्वास योग्य में रहते हैं नहीं है देखकर इसी प्रकार की काम करता है. ഈ അടുക്കളപ്പണിയും പിശാചിനെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നു. ये रसोड़ा के काम भी शैतान की ओर से किया करने के लिए देता है. നല്ലതിനെയും മോശമായതിനെയും വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി. भलाई हो बुराई हो अलगदाई करने के लिए प्रभु ने ये बात हमारे लिए दिया है. എന്നാൽ വളരെ പ്രതികൂലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് നാം അതിന്റെ മധ്യേയും യുദ്ധസമാനമായ പ്രശ്നങ്ങളിലൂടെ വിശ്വാസി കടന്നു പോകുമ്പോഴും അതിന്റെ മധ്യേയും ദൈവം നമ്മെ കരുതിക്കൊള്ളും. कई प्रकार के प्रश्नों से हम आगे जाना पड़ता है, उसी समय भी हमारा मसीह हमें उसमें से बचा लेते हैं. കഠിനമായ ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ മുഴുവനും ഇരുട്ട് വ്യാപിക്കുമ്പോൾ അതിന്റെ മധ്യേ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനായ കർത്താവ് പറയുക എത്ര ചെയ്യുന്നത്, അത് ഇവ ഒന്നും തന്നെ എന്നെ കീഴ്പ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, അവയ്ക്ക് ഞാൻ എന്താണ് പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് യേശു പ്രഖ്യാപിക്കും. हमारा अविश्वासी गणों को और अंधकार की जो रास्ता में जाना पड़ते हैं उसी समय भी हमारा परमेश्वर की वाणी है, इतनी हाल से तुम जाते हैं उसमें गिरना ना देते हैं. ഇതിലൂടെയൊക്കെ കടന്നുപോയതായ വിശ്വാസത്തിന്റെ നായകനായ കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഇതിലൊന്നും നിങ്ങൾ തോറ്റുപോകത്തില്ല എന്ന്. ये इसी प्रकार के प्रश्नों में परीक्षाओं में जाना पड़ता है, फिर भी हमारा मसीह कहता है कुछ घबराने का जरूरत नहीं, तुम्हें हाथ मिलाया है. ഒരിക്കലും നാം നശിച്ചു പോകുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കുകയില്ല. कभी भी हम नाश होने के लिए हमारा मसीह अनुमति नहीं देंगे. കാരണം നമ്മുടെ ദൈവം നീതിമാനായ ദൈവമത്രേ. हमारा मसीह धार्मिकता में रहते हैं. ജനത്തിന് വേണ്ടിയും എന്താണ് പ്രതിക്രിയ ചെയ്യുന്നതായ ദൈവമത്രേ. वचन की और हमें शोधना देता है. നാം നശിച്ചു പോകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം എല്ലാത്തിനും ഒരു ആദർ ഇട്ടിരിക്കുകയത്രേ ചെയ്യുന്നത്. और हम नाश ना हो ये कारण में मसीह ने सब कुछ चीजों को सीमा डालता है. കർത്താവ് ഒരു നോട്ടം വെക്കുമ്പോൾ തന്നെ ശത്രു അല്ലെങ്കിൽ ദുഷ്ടൻ ദൈവജനത്തെ പീഡിപ്പിക്കാതെ അവൻ പിന്മാറും. मसीह ने उनकी दृष्टि लगाई, तब शैतान ने अपने लोगों को पीड़ित देते हैं, ये शैतान हार जाते हैं. അതുകൊണ്ട് നാനാവിധമായ പരീക്ഷകളിലൂടെയും കഷ്ടങ്ങളിലൂടെയും നഷ്ടങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ പീഡനങ്ങളൊക്കെ അങ്ങോട്ട് ഏൽപ്പിക്കാം.
विश्वासीगणों नाना प्रकार की परीक्षा में जाना पड़ते हैं। उस समय विश्वास योग्य मसीह के हाथों में हम समर्पण करने के लिए प्रभु की वचन हमें दिया देता है। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം, 5-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. मत्ती का सुसमाचार 5वां अध्याय उसका 10वां पद में ये वचन दिया है। 10 മുതൽ വായിക്കുന്നു. 19 10 മുതൽ വായിക്കുന്നു. 5:10 5वां अध्याय की 10वां पद से लेकर धन्य है वे जो धर्मी के कारण सताए जाते हैं, क्योंकि स्वर्ग का राज्य उन्हीं का है। അവിടെ നാം വായിക്കുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരെന്നു. धार्मिकता के कारण सताए जाए वो धन्य है। ഈ ദുഷ്ട ലോക വ്യവസ്ഥിതിയിലും ക്രിസ്തുവിന്റെ വെളിച്ചം പ്രാപിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ തയ്യാറാകുന്ന ഓരോ വ്യക്തികൾക്കും ഇരുട്ടിന്റെ ശക്തികളിൽ നിന്നുള്ളതായ ഭീകരമായിട്ടുള്ളതായ പീഡനങ്ങൾ ഉണ്ടാകും. धार्मिकता के लिए जीवन में आते हैं, जीते हैं। जो लोगों को गिराने के लिए अधर्मियों ने कई प्रकार की पीड़ा हमारे ओर दिया देता है। യേശു നമ്മെ ഉത്സാഹിപ്പിക്കുന്നത് സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്കാണ് എന്ന്. मसीह वचन के द्वारा हमको उत्साहित करते हैं। ये सब पीड़ित है, वो पीड़ा में रहने वालों के लिए है स्वर्ग राज्य। നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. धन्य है तुम जब मनुष्य मेरा कारण तुम्हारी निंदा करे और सताए और झूठ बोलकर तुम्हारे विरोध में सब प्रकार की बुरी बात कहे. യേശു പറഞ്ഞു, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകും. मसीह ने कहा स्वर्ग राज्य में प्रतिफल ज्यादा है. ക്രിസ്തുവിനോട് കൂടെ നിൽക്കുവാൻ തക്കവണ്ണം നാം യോഗ്യരായിട്ട് ദൈവം കണ്ടിരിക്കുന്നു എന്നത്രേ. मसीह का साथ रहने के लिए हमें योग्य ठहराया है. അതുകൊണ്ട് ഈ കഷ്ടങ്ങളുടെ മധ്യേ, ഞെരുക്കത്തിന്റെ മധ്യേ, പീഡനത്തിന്റെ മധ്യേ നാം സന്തോഷിക്കുവാൻ യേശു നമ്മെ ഉത്സാഹിപ്പിച്ചു. इसी कारण में कष्ट दुख भोगने का समय जिएगा तो जीतेगा तो मसीह का साथ रहने के लिए अनुमति दिया देता है. സങ്കീർത്തനങ്ങൾ 129 ആദ്യത്തെ 3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, भजन संहिता 151 पगड़े का 1-2 शब्द ऐसा दिया है. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, അവർ എന്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. അവർ എന്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചെങ്കിലും അവർ എന്നെ ജയിച്ചില്ല. वो मैं अपनी आंखों पर्वत की ओर लगाऊं, मुझे सताता कहां से मिलेगी. मुझे सताया यहोवा की ओर से मिलती जो आकाश और पृथ्वी का करते हैं. ഇസ്രായേലിനെ ഉന്മൂലനാശം വരുത്തുന്നതിന് വേണ്ടി ഫറവോയും അതുപോലെ മറ്റ് ഭരണകൂടങ്ങളും ഈ കാലഘട്ടങ്ങളിലും തന്നെ നമുക്ക് അത് വ്യക്തമായിട്ട് കാണുവാനും കഴിയും. അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ രാജ്യങ്ങൾ. इसराइलियों को सताने के लिए राष्ट्रीय तौर पर भी जो लोग किया करते हैं, जो करने में भी मालूम पड़ते हैं, संसार में से इसराइलियों को हटाने के लिए മോശയെ നൈൽ നദിയിൽ മുക്കിക്കൊല്ലുവാൻ പിശാച് ശ്രമിച്ചു. शैतान ने योजना बनाया मूसा को नील नदी में डुबाकर सताने के लिए. യേശു ക്രിസ്തുവിനെയും അത് കൊല്ലുവാൻ 2 വയസ്സിന് താഴെയുള്ളതായ എല്ലാ ശിശുക്കളെയും കൊല്ലുന്നതിന് ഹെരോദ ഉത്തരവ് പുറപ്പെടുവിച്ചു. मसीह जन्मा तब हेरोदा ने आज्ञा दिया है 2 वर्ष के नीचे जितना बच्चा है वो बच्चा को सताए. യേശു ക്രിസ്തു മരിക്കുന്നത് വരെയും അവനെ ചാട്ടവാറ കൊണ്ട് അവർ അടിച്ചു. यीशु मसीह मृत्यु पाता है तब तक कोड़ा मारा है. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായ ഓരോ വ്യക്തികൾക്കും ഈ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. यीशु मसीह का पीछे हो लिया जाता है, वो लोगों को ये कष्ट दुख भोगना पड़ते हैं.
ആദ്യം മുതൽ തന്നെ നാം നോക്കുമ്പോൾ പഴയ നിയമത്തിലും ഇസ്രായേൽ ജനങ്ങളെ ഉന്മൂല നാശം വരുത്തുന്നതിന് വേണ്ടിയും നൈൽ നദിയിൽ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നശിപ്പിക്കുവാൻ പിശാച് പദ്ധതിയിട്ടു. पुराना नियम में भी हम देखते हैं इसराइलियों को, संतानों को गिनती कम करने के लिए नील नदी में डाला जाए. എന്നാൽ ശത്രുവിന്റെ ഒരു പദ്ധതികളും വിജയിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. शैतान की कोई काम, कोई बात विजय पाने के लिए वो परमेश्वर अनुमति नहीं दिया है. പക്ഷേ നിങ്ങൾ വെള്ളത്തിലൂടെയും തീയിലൂടെയും കടന്നു പോകുന്നുണ്ടായിരിക്കാം. शायद वो पानी में या आग में गुजरना पड़ता है. വെള്ളം നിങ്ങളെ മൂടിക്കളയുകയില്ല, തീ നിങ്ങളെ ദഹിപ്പിച്ച് കളയുകയുമില്ല. पानी डूबा नहीं देता है, आग जलाना नहीं देता है. അപ്പം കർത്താവ് നമ്മെ കുറിച്ച് ഉദ്ദേശമുള്ളത് കൊണ്ട് ഈ പാതാള ഗോപുരങ്ങളെ ജയിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. मसीह ने हमारे और मसीहों को उद्देश्य है, योजना है. इसी कारण में संसार का कोई काम कार्यों में डूबने के लिए प्रभु अनुमति नहीं देंगे. ദാവീദിനെയും യോനാഥാനെയും കുറിച്ച് പറയുമ്പോൾ അവർ ഉറ്റ സ്നേഹിതരായിരുന്നു. दावीद और योनादान के बारे में हम देखते हैं दोनों इतने प्रेम मेल मिलाप में थे. യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു അവന്റെ പിതാവ് ശൗൽ അവനെ ഉപദ്രവിക്കത്തില്ല എന്ന് ഉറപ്പ് കൊടുത്തു. शाऊल के पुत्र योनादान दावीद को ऐसा निर्णय बात दी है, शाऊल दावीद को सताएगा नहीं है. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ളതായ പെർസിക്യൂഷൻ, അത് എന്താണ്, പീഡനങ്ങൾ ദാവീദിന് അനുഭവിക്കേണ്ടി വന്നു. लेकिन अप्रत्याशित रीति पर जो मन में नहीं लगा, ऐसे समय में शाऊल की ओर दावीद ने कष्ट भोगना पड़ा है. ദാവീദിനെ കൊല്ലുന്നതിന് വേണ്ടി അവന്റെ മേൽ ഒരു ജാവലിൻ അല്ലെങ്കിൽ ഒരു കുന്തമറിഞ്ഞതായിട്ട് നാം വായിക്കുന്നു. दावीद को सताने के लिए शाऊल ने ऐसी योजना बनाया था. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ദുഷ്ട ശക്തികളിൽ നിന്നും ദൈവമക്കൾക്ക് ഇങ്ങനെയുള്ളതായ ഉപദ്രവങ്ങൾ, തീയമ്പുകളെ നേരിടേണ്ടി വരുന്നു. और ऐसा मसीह को अपनाया हुआ लोगों को शाऊल की ओर से तीर दावीद की ओर मारा, इसी नाई के प्रश्न से आगे बढ़ने का अवसर शायद होगा. ായ വിശ്വാസ നിമിത്തം അനേകം വ്യക്തികൾക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. इत्यादि प्रश्नों से यीशु को अपनाया हुआ मसीह के लोगों को कई प्रश्नों से आगे बढ़ने की हाल हुई है. സമൂഹത്തിന്റെ മുഖ്യധാര ജീവിതത്തിൽ നിന്നും അവരെ ഒറ്റപ്പെടുത്തുന്നു. और संसार में जो सीमा में मसीह को अपनाए हुए लोगों को अलगदाई में रहने के लिए अवसर भी होता है. ചിലപ്പോൾ വിശ്വാസത്തിന്റെ പേരിൽ സ്വന്തം മാതാപിതാക്കൾ പോലും അവരോട് കഠിനമായിട്ട് പെരുമാറുകയും അവർക്ക് അവകാശങ്ങളൊന്നും കൊടുക്കാതെ ഇരിക്കുന്നതായ അവസ്ഥ. आजकल दिनों में भी हम देखते हैं पुत्रों बालकों विश्वास में आया, माता पिताओं ने उनका धन दौलत मिलकत उनको नहीं देता है. അവിടെ ഭിന്നതയുണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു, മരണം പോലും പലപ്പോഴും സംഭവിക്കുന്നു. वहां पर कई प्रकार की प्रश्नों से आगे जाते हैं और कष्ट दुख होता है, लेकिन फिर भी परमेश्वर अपने लोगों को संभालते हैं. ക്രിസ്തുവിന്റെ വചനം സ്വീകരിക്കുന്നതിലൂടെ അവിടെ സംഘർഷം ഉണ്ടാകുന്നു, ചിത്രമുണ്ടാകുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, ക്രിസ്തു നിമിത്തം ക്രിസ്തു ഒരു വാൾ അയക്കുന്നു എന്ന്. और यीशु मसीह को ग्रहण करने के बारे में दिखाया है. ग्रहण करने वालों का घर में भेद चित्र और उन्होंने वहां पर गड़बड़ घर में होते हैं. അബ്രഹാമിന്റെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ തന്റെ കുടുംബത്തിൽ ജനിച്ചതായ ഇസ്മായേല് വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാക്കി. और इब्राहिम के घर में जो बालक जन्मा है इस्माइल, वो जन्मने के बारे में वो घर में भी प्रश्न आया है. ഇസഹാക്കിനെ അവൻ ഉപദ്രവിക്കുവാൻ തുടങ്ങി. इसहाक का साथ लड़ने के लिए शुरू किया. അപ്പോ അതുകൊണ്ട് അബ്രഹാമിനെ ഹാഗറിനെയും ഇസ്മായിലിനെയും വീട്ടിൽ നിന്നും ഇറക്കി വിടേണ്ടി വന്നു.
और प्रतिज्ञा की पुत्र है इसहाक, उसका साथ और इस्माइल लड़ने के कारण में हागार और इस्माइल को घर से बाहर निकालना पड़ा. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തില് പ്രതികൂലങ്ങള് അല്ലെങ്കിൽ പീഡനങ്ങൾ എന്ന് പറയുന്നത് അത് പിന്നെ ഒരു കോമൺ ആയിട്ടുള്ളതായ ഒരു സത്യമെന്ന് നാം അംഗീകരിക്കണം. मसीह का जीवन में भी ऐसी प्रकार के प्रश्नों से आगे बढ़ने का समय आमतौर पर मिलता हुआ प्रश्न हमारा घर में भी आते हैं. അപ്പൊ ഇതിന്റെ ഈ പ്രതിസന്ധികളുടെ മധ്യേ അല്ലെങ്കിൽ ഈ പീഡനത്തിന്റെ മധ്യേ വിശ്വാസികളുടെ പ്രതികരണം എന്തായിരിക്കാം എന്ന് കൂടി ചിന്തിച്ചുകൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കാം. ये मैं वाला वचन समाप्त करता हूं. इत्यादि प्रश्नों में, इत्यादि गड़बड़ के बीच में विश्वासी योग्य कैसा होता है सोच समझते हुए ये वचन में समाप्त करता हूं. നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ഈ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും പീഡനത്തിന്റെയും നടുവിൽ അവർ വിശ്വാസം ത്യജിച്ചുകൊണ്ട് അത് നിത്യ നഗരമായ യെരൂശലേമിൽ സ്വർഗീയ യാത്ര ഉപേക്ഷിച്ചിട്ട് നാശത്തിന്റെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. और विश्वासियों ने विश्वासी योग्य नहीं रहते हैं. जो पीड़ा होता है तब मसीह के सामने से विश्वासी गण दूर हो जाते हैं. അല്ലെങ്കിൽ യൂദായെ പോലെ കിട്ടുന്നതൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ നിന്ദയും ഒക്കെയും പീഡനങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതായ വ്യക്തികളും ഉണ്ടായിരിക്കാം. और केवल इतना ही नहीं, मसीह को पकड़वाया हुआ वो यूदा की नाई मिलता है, मिलकत को देखते हुए उन्होंने वहां से भाग जाते हैं. അല്ല എങ്കിൽ ചിലര് ഈ ലോക വ്യവസ്ഥിതിയുമായിട്ട് അത് ഒരു കോംപ്രമൈസ് ചെയ്യും. केवल ऐसा ही नहीं, सांसारिक नियमों के हाथ मिलाते हैं, जीने के लिए उन्होंने तड़पते हैं. ചില ആളുകള് വചനം ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ ജനത്തിന് വിടുതലുണ്ടാകും. അതുകൊണ്ട് പിശാചുമായിട്ട് ചിലര് ഒരു കോംപ്രമൈസിലെത്തുന്നു. ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല, നീ എന്നെ ഉപദ്രവിക്കരുത്, അങ്ങനെ ചിന്തിക്കുന്നതായ പ്രവർത്തിക്കുന്നതായ ആളുകളെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയില്ല. और आज के दिनों में हम देखते हैं शैतान के साथ हाथ मिलाते हैं. जो कारण है मैं तुम्हें उपद्रव नहीं देंगे, तूने हमें भी उपद्रव नहीं करना, ये हाथ में लाकर वायदा बनाते हैं. അതൊക്കെ അങ്ങനെയുള്ളതായ പല പ്രവണതകളും ഉപദ്രവങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി വിശാലമായിട്ട് ചങ്ങാത്തം പിടിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുന്നതായ ചില ആളുകളെങ്കിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. आज के दिनों में ये बात देखते हैं, शैतान के सामने हाथ में लाता है और मैं और तुम एक ही है, हम तुमको उपद्रव करने के लिए नहीं आएंगे, तुम हमें उपद्रव करने के लिए भी नहीं आएंगे. ഈ ലോകം നിങ്ങളെ ന്യായം വിധിച്ച് ജയിലറകളിൽ അടക്കമായിരിക്കാം. ये सांसारिक नियम हमें उपद्रव करते जेल खाना में डालता ही होगा. എന്നാൽ നമ്മ നിത്യതയിൽ നമുക്ക് കൃപയോടുകൂടി ന്യായം വിധിക്കുന്നതായ ഒരു ദൈവമുണ്ട്. ये अनंत काल में आशीष की अनुग्रह के साथ न्याय करने वाला एक न्यायीश हमारे लिए स्वर्ग में है. വളരെ വറീഡായിരിക്കുന്നതായ വിശ്വാസികളെ നോക്കിയിട്ട് യേശു പറഞ്ഞു, ഈ ലോകം നിങ്ങളെ ഹെയ്റ്റ് ചെയ്യുന്നു എങ്കിൽ, വെറുക്കുന്നു എങ്കിൽ ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് മുമ്പേ ഈ ലോകം എന്നെ വെറുത്തു എന്ന്. ऐसा कष्ट समझने वाले लोगों को देखते हुए मसीह ने कहा, तुम्हें संसार त्याग किया तो हमें भी त्याग किए है. യേശു പറഞ്ഞു, ഈ ലോകത്തിൽ നിന്നും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, അതുകൊണ്ടത്രേ ഈ ലോകം നിങ്ങളെ വെറുക്കുന്നത് എന്ന്. मसीह ने यह बात दिया है, मैं संसार से जीत गई है, तुम्हें जीत जाना चाहिए. तुमको मेरे को त्याग किया तो तुमको भी संसार त्याग करेंगे. അതുകൊണ്ട് പ്രശ്ന നിബിഡമായ കഠിനമായ ഈ വിശ്വാസ ജീവിതത്തിന്റെ മധ്യേ, വെല്ലുവിളികളുടെ മധ്യേ നാം തളർന്നു പോകാതെ ഇരിക്കണം. കാരണം ഈ പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്ന് ജയിച്ചവനായ യേശു ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുക എത്ര ചെയ്യുന്നത്. एक बार और वचन दिया है, अधम पाताल
उसको मैं विजय पाया, ऐसा भी तुम्हें विजय पाना जरूरत है. ദൈവം ഈ വചനങ്ങളെ നമ്മെ അനുഗ്രഹിക്കട്ടെ. मसीह ये वचनों से मैं आशीषित है. ദൈവ ട്രാൻസ്ലേറ്റ് ചെയ്ത ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. परमेश्वर की नाम की महिमा हो. प्रभु ने वचन अनुवाद करने के लिए अवसर दिया, इसलिए धन्यवाद. നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയതായ പ്രിയ ദേവദാസൻ തോമസൻ പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. इसी प्लेटफॉर्म में आया हुआ थॉमसन पास्टर के लिए भी धन्यवाद देता हूं. ആമേൻ. Praise the Lord. प्रेज द लॉर्ड. परमेश्वर का नाम का महिमा हो. हालेलुया, 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 हालेलुया. आज मसीह का सामने खड़ा होने के लिए कैसे मसीह जीवन बिताना चाहिए, क्या क्या सामने करना पड़ता है, कैसे विजय पा सकता है, उस विषय हालेलुया हमने सुना है. हालेलुया, हालेलुया, प्रेज द लॉर्ड. हालेलुया. मसीह ने हमको चेतावनी दिया है, हालेलुया, कि इस संसार में तुमको क्लेश है, लेकिन ठाटस बांधो क्यों नहीं, क्योंकि मैंने संसार का ऊपर विजय पाया है. हालेलुया, प्रेज द लॉर्ड. हालेलुया, हालेलुया, हालेलुया. और हम अगर देखता है तो